കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കാൻ എന്താണ് കാരണം? അതൊരു പരസ്യവാചകം മാത്രമോ അതോ യാഥാർത്ഥ്യമോ? പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് പശ്ചിമഘട്ടം. അതിനിടയിൽ കാടും പുഴകളും അരുവികളും നിറഞ്ഞ മഴയാൽ അനുഗ്രഹീതമായ ഒരു പ്രദേശം. വിശാലമായ പാടശേഖരങ്ങളും കൃഷിയും ഭക്ഷണരീതിയും. അങ്ങനെ എല്ലാം നിറഞ്ഞ വൃത്തിയുള്ള നാട് ദൈവത്താൽ അനുഗ്രഹീതമായ ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയല്ലേ? ദൈവത്താൽ അനുഗ്രഹീതമായതിനാലോ ദൈവത്തോട് ചേർന്ന് ആഘോഷിക്കുന്ന ആരാധനാ രീതികളും ചടങ്ങുകളും ആഘോഷങ്ങളും ആചാരങ്ങളുമാണോ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കുന്നത്? പരശുരാമൻ മഴുകൊണ്ട് കാട് വെട്ടിത്തെളിച്ചുണ്ടാക്കിയ കേരളത്തിൽ ഭരണജീവിതക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയത് ക്ഷേത്രസങ്കല്പവും കാവുകളുമായി ബന്ധപ്പെടുത്തിയതായതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ ജീവിത രീതിയുടെ ഭാഗവുമാവുകയുണ്ടായി. വലിയ കുളങ്ങൾക്കരികെ ആൽമരത്തണലിൽ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ, പ്രകൃതിയെ തന്നെ കാവുകളായി സങ്കല്പിച്ച് ആരാധിക്കുന്ന ആരാധനാ രീതികൾ, ഉത്തമത്തിൽ പൂജയുള്ള ക്ഷേത്രങ്ങളും രക്തമിറ്റുന്ന ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ കടും ചുവപ്പ് നിറഞ്ഞ വ്യത്യസ്ത ആരാധനാ രീതികൾ ലോകത്ത് വേറെ എവിടെയാണുള്ളത്? ചെണ്ടയെന്ന മാസ്മരിക താളത്തിനൊപ്പം കൊമ്പും കുഴൽവിളക്കുമൊത്ത് താളം പിടിക്കുന്ന ജനങ്ങളും, തലയെടുപ്പുള്ള കൊമ്പന്മാരെ നെറ്റിപ്പട്ടം കെട്ടി വെഞ്ചാമരം ചൂടി വാദ്യഘോഷങ്ങൾക്കിടയിലൂടെ ആനയിക്കുന്ന ഉത്സവങ്ങളും മറ്റെവിടെയാണുള്ളത്? തിറകളും തെയ്യങ്ങളും വെളിച്ചപ്പാടുകളും നിറഞ്ഞാടുന്ന ക്ഷേത്രങ്ങൾ, കുങ്കുമവും മഞ്ഞളും ചന്ദനവും ഭസ്മവും ചാലിച്ച നിറക്കൂട്ടുകൾ, നൃത്തവും ആട്ടവും പാട്ടും ആഘോഷമാക്കുന്ന കലാകാരന്മാർ. ഇത്രയും കളർഫുള്ളായ വൈവിധ്യമായ ആരാധനാ രീതികൾ ലോകത്ത് വേറെ ഒരിടത്തും തന്നെയില്ല. ദൈവത്താൽ അനുഗ്രഹീതമായ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് അത് കേരളം തന്നെയാണ്.